ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്കൊക്കെ പ്രിയപ്പെട്ട ക്രെഡിറ്റ് കാർഡുകളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സോ എന്താണ് ഈ ക്രെഡിറ്റ് കാർഡ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണോ വേണ്ടയോ, ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇറ്റ്സ് മീ ട്രേഡർ അഭിജിത്ത്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ എപ്പോഴത്തെ പോലെ നമുക്ക് ഇതിനെ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ അറിയാതെ താഴെ വീണ് പൊട്ടിപ്പോയി. നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അത്യാവശ്യമാണല്ലോ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. സോ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കണം, നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല, കയ്യിലും പൈസ ഇല്ല, കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം എടുക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡിനെ വൈസ്ലി യൂസ് ചെയ്ത് അന്നത്തെ ആ ദിവസം തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഫോൺ വാങ്ങിച്ചിട്ട് അതിന്റെ പൈസ പിന്നീട് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫിസിക്കൽ പ്ലാസ്റ്റിക് കാർഡാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. അതിന്റെ ക്യാഷ് നിങ്ങൾ 40 to 45 ദിവസത്തിനകത്ത് പേ ചെയ്താൽ മതി. നോർമലി നമ്മൾ എല്ലാവരും ചെയ്യുന്ന ട്രാൻസാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ട്രാൻസാക്ഷൻ, അതുപോലെ UPI ട്രാൻസാക്ഷൻ, ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ, ഇതെല്ലാം ഡയറക്ട്ലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും പൈസ വിഡ്രോ ആവുന്നത്. എന്നാൽ ക്രെഡിറ്റ് കാർഡിന്റെ കേസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് ആയിരിക്കും ആ പൈസ പേ ചെയ്യുന്നത്. അത് നിങ്ങളൊരു 40 to 45 ദിവസത്തിന്റെ കാലയളവിൽ ഉപയോഗിച്ച മുഴുവൻ പൈസയും കൂടെ ബാങ്കിന് ഒരുമിച്ച് തിരിച്ചടച്ചാൽ മതി. സോ ഈ ക്രെഡിറ്റ് കാർഡിനെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മിനി ലോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. സാധാരണമായിട്ടൊരു ബാങ്ക് ലോൺ തരുമ്പോൾ ക്യാഷ് ആയിരിക്കും തരുന്നത്. എന്നാൽ ഇവിടെ നമുക്കൊരു പ്ലാസ്റ്റിക് കാർഡ് നമ്മുടെ പേരിൽ തരും. അതിനകത്ത് നമ്മുടെ ഡെബിറ്റ് കാർഡിലെ പോലെ ഒരു യുണീക് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV ഇതെല്ലാം കാണും. അത് നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെക്കുക. പിന്നെ ഈ ഡെബിറ്റ് കാർഡിനായാലും ക്രെഡിറ്റ് കാർഡിനായാലും നിങ്ങൾ ഒരുപോലെ കാണുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും വിസ, മാസ്റ്റർ കാർഡ് എന്നൊക്കെ പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഒരു ഫെഡറൽ ബാങ്കിന്റെ കാർഡ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കടയിൽ പോയി. ആ കടയിൽ ഇരിക്കുന്ന ചേട്ടന്റെ കയ്യിലുള്ള സ്വൈപ്പിംഗ് മെഷീൻ എന്ന് പറയുന്നത് HDFC ബാങ്കിന്റെ ആണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റില്ല. ബിക്കോസ് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് അങ്ങനെ ഡയറക്ട്ലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനൊരു മീഡിയേറ്റർ വേണം. അങ്ങനെയുള്ള മീഡിയേറ്റേഴ്സിനെ പേയ്മെന്റ് ഗേറ്റ്വേസ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പേയ്മെന്റ് ഗേറ്റ്വേസ് ആണ് ഈ പറയുന്ന വിസ, മാസ്റ്റർ കാർഡ്, റുപ്പേ എന്നൊക്കെ പറയുന്നത്. സോ ഈ പേയ്മെന്റ് ഗേറ്റ്വേസിന് എല്ലാ ബാങ്കുകളുമായിട്ട് കണക്ഷൻ സെർവർ കാണും. അതുവഴിയായിരിക്കും ഈ പേയ്മെന്റുകളെല്ലാം നടക്കുന്നത്. ഇനി എല്ലാ ക്രെഡിറ്റ് കാർഡ്സിനും ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് എത്ര പൈസ ക്രെഡിറ്റ് കാർഡിന് സ്പെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് 3 ലക്ഷം രൂപയാണെങ്കിൽ 3 ലക്ഷത്തിന് മുകളിലോട്ട് നിങ്ങൾക്ക് 1 രൂപ പോലും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ ക്രെഡിറ്റ് ലിമിറ്റ് നിങ്ങളുടെ ബാങ്കിനെ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കാർഡിനെ അനുസരിച്ചൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സാലറി, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നിങ്ങളുടെ സിബിൽ സ്കോർ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്കൊരു ഹയർ സാലറി ഉള്ള ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു വലിയ വരുമാനമുള്ള ഒരു ബിസിനസ്മാൻ മറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ലിമിറ്റ് ഉള്ള കാർഡ് ബാങ്കിന് തരും. ഇനി നിങ്ങളുടെ വരുമാനം കുറവാണ്, സിബിൽ സ്കോർ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോവർ ലിമിറ്റ് ഉള്ള കാർഡ് ആയിരിക്കും തരുന്നത്. ഇനി ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു ബാങ്ക് നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ വെച്ചിട്ടായിരിക്കും. സാധാരണമായിട്ട് ഹയർ സിബിൽ സ്കോർ ഉള്ളവരെ ബാങ്ക് നല്ല കസ്റ്റമേഴ്സ് ആയിട്ടും അവരുടെ പേയ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് കിട്ടുമെന്നായിരിക്കും വിലയിരുത്തുന്നത്. ഇനി ലോവർ സിബിൽ സ്കോർ ആണെങ്കിൽ പൈസ കൊടുക്കുന്നത് റിസ്ക് ആണെന്നും അവർക്ക് തിരിച്ചടയ്ക്കാനുള്ള കഴിവ് കുറവാണെന്നും ആയിരിക്കും ബാങ്ക് വിലയിരുത്തുന്നത്. ഇതിനൊരു ഗ്രേഡിംഗ് സിസ്റ്റം തന്നെ ഉണ്ട്. 300 to 900 അകത്തായിരിക്കും ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ 750 to 900 ഇടയ്ക്കാണെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല ക്രെഡിറ്റ് സ്കോർ ആണെന്നും നിങ്ങൾക്ക് വലിയ ലോൺസ് കിട്ടാനും അതുപോലെ ഹയർ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടാനും കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോൺ ഒക്കെ കിട്ടാൻ സഹായിക്കും. ഇനി 300 to 400 ഇടയ്ക്കാണെങ്കിൽ നിങ്ങളെ ബാങ്ക് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യത്തില്ല, നിങ്ങൾക്ക് ലോണും തരില്ല. അതുപോലെ തന്നാലും അതിന്റെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലും ആയിരിക്കും. ഇതിന്റെ കൂടെ നിങ്ങളുടെ പഴയ ക്രെഡിറ്റ് റിപ്പോർട്ട്സ്, അതായത് നിങ്ങൾ നേരത്തെ എടുത്ത ലോണിന്റെ ഒക്കെ റിപ്പോർട്ട്സ് ഇവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ ഈ ബാങ്ക് തീരുമാനിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് തരണോ വേണ്ടയോ എന്ന് പോലും ബാങ്ക് തീരുമാനിക്കുന്നത്. ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ അത് എങ്ങനെ കൂട്ടാമെന്ന് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് ബെനിഫിറ്റ് ഞാൻ വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങിക്കണം, കയ്യിൽ പൈസ ഇല്ല, അതിന്റെ പേയ്മെന്റ് പിന്നീട് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിനേക്കാൾ സേഫർ ആയിരിക്കും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങളുടെ കാർഡിൽ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി നടന്ന് പൈസ പോയി കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡിന്റെ കേസിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും പോകുന്നത്. എന്നാൽ ക്രെഡിറ്റ് കാർഡിന്റെ കേസിൽ ബാങ്ക് അല്ലെങ്കിൽ ആ കാർഡ് ഇഷ്യൂ ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നായിരിക്കും പൈസ പോകുന്നത്. സോ ഇൻ കേസ് എന്തെങ്കിലും ഫ്രോഡ് നടന്നാലും അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഈ ബാങ്ക് നോക്കിക്കോളും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ നഷ്ടപ്പെട്ടാലും അത് ബാങ്ക് തന്നെ തിരിച്ചു തരുന്നതായിരിക്കും. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ക്രെഡിറ്റ് കാർഡിൽ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ കസ്റ്റമറിന് 0 ലയബിലിറ്റി ആയിരിക്കും.
പക്ഷേ അത് 3 ദിവസത്തിനുള്ളിൽ ആ ഫ്രോഡിന്റെ കാര്യം ബാങ്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. മൂന്നാമത്തെ വലിയൊരു ബെനിഫിറ്റ് ആണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ്സ് പോയിന്റ്സ്. പല ബാങ്കുകൾക്കും പല കാർഡിനും പല റിവാർഡ് പോയിന്റ്സ് ആണ് ഉള്ളത്. ചിലതിന് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും, ചിലത് നിങ്ങൾക്ക് ഹ്യൂജ് ഡിസ്കൗണ്ട് കിട്ടും, ചില കാർഡ്സിന് ഇൻഷുറൻസ് കിട്ടും. ഡിഫറെന്റ് ക്രെഡിറ്റ് കാർഡ്സിനെ പോലെ തന്നെ നിങ്ങളുടെ സ്പെൻഡിങ്ങിനെയും കൂടെ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നത്. സ്പെൻഡിങ് കൂടുതലാണെങ്കിൽ കൂടുതൽ റിവാർഡ് പോയിന്റ്സ് കിട്ടും. ആ റിവാർഡ് പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പറ്റിയ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് നോക്കാം. അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായി, ഈ ക്രെഡിറ്റ് കാർഡിൽ കുറെ ഫീസസ് വരുന്നുണ്ട്. ജോയിനിങ് ഫീ, ആനുവൽ ഫീസ്, ഫൈനാൻസ് ചാർജസ്, ക്യാഷ് അഡ്വാൻസ് ഫീ, ഫോറിൻ ട്രാൻസാക്ഷൻ ഫീ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഫീസ് വരുന്നുണ്ട്. സോ ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് ചൂസ് ചെയ്യാൻ. ബിക്കോസ് നാളെ ഈ ഫീസ് എല്ലാം അടക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഹയർ ലെവൽ ക്രെഡിറ്റ് കാർഡ് ആണ് ചൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, ഹയർ ലെവൽ ക്രെഡിറ്റ് കാർഡിന് ഹയർ റിവാർഡ് പോയിന്റ്സും ഇൻഷുറൻസും എല്ലാം കിട്ടും. പക്ഷേ അതിന്റെയൊക്കെ ആനുവൽ ഫീസും എക്സ്ട്രാ ഫീസുകളൊക്കെ വളരെ തന്നെ ഹയറും ആയിരിക്കും. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഏത് പേയ്മെന്റ് നെറ്റ്വർക്ക് ആണ് നിങ്ങളുടെ കാർഡിൽ യൂസ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ നേരത്തെ പേയ്മെന്റ് ഗേറ്റ്വേയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ കാർഡ്, വിസ ഒക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പേയ്മെന്റ് നെറ്റ്വർക്ക്. എന്നാൽ ഇത് കൂടാതെ റൂപേ, അമേരിക്കൻ എക്സ്പ്രസ്, ഡൈനേഴ്സ് ക്ലബ് ഇതുപോലുള്ള പേയ്മെന്റ് ഗേറ്റ്വേസ് യൂസ് ചെയ്യാറുണ്ട്. മാസ്റ്റർ കാർഡ്, വിസ ഒക്കെ ഭയങ്കര കോമൺ ആണ്. ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എന്നാൽ അമേരിക്കൻ എക്സ്പ്രസ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കാർഡുകളായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഈ പറഞ്ഞ വിസ, മാസ്റ്റർ കാർഡ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യും. എന്നാൽ ഈ അമേരിക്കൻ എക്സ്പ്രസ് എല്ലായിടത്തൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ അമേരിക്കൻ എക്സ്പ്രസിന് ബെറ്റർ റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നതാണ് കമ്പയർഡ് ടു വിസ ആൻഡ് മാസ്റ്റർ കാർഡ്. സോ മോസ്റ്റ്ലി ബാങ്ക്സ് ആണ് ഈ റിവാർഡ് പോയിന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. എന്നാൽ സം എക്സ്റ്റെന്റിൽ ഈ പറയുന്ന പേയ്മെന്റ് നെറ്റ്വർക്ക്സും ഡിസൈഡ് ചെയ്യാറുണ്ട് നമ്മൾ കസ്റ്റമേഴ്സിന് എന്തൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ്സ് തരണം, അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിന് എന്തൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ്സ് കൊടുക്കണം എന്ന്. ഇനി ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ബാങ്ക് എങ്ങനെ പൈസ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും സിമ്പിൾ വേ എന്ന് പറയുന്നത് ആനുവൽ ഫീസ് ചാർജ് ചെയ്തുകൊണ്ടാണ്. ചില ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഇയർലി പേയ്മെന്റ് കൊടുത്തേ പറ്റൂ. ഇത് കൂടാതെ പലതരത്തിലുള്ള ഫീസ് ഈ പറയുന്ന ബാങ്കുകൾ ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കറക്റ്റ് സമയത്ത് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടച്ചില്ലെങ്കിൽ ലേറ്റ് പേയ്മെന്റ് ഫീസ് ചാർജ് ചെയ്യും. ഇനി നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ക്യാഷ് വിഡ്രോ ചെയ്താൽ 2 to 3% അതിന് ചാർജ് ചെയ്യും. പിന്നെ അത് കൂടാതെ ഒരുപാട് ഹിഡൻ ചാർജസ് ഇതിന്റെ കൂടെ കാണും. പക്ഷേ ഇതിനെല്ലാം ഉപരി ഒരു ബാങ്കിന്റെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കാതെ വരുമ്പോൾ അതിന് ചാർജ് ചെയ്യുന്ന ഹയർ ഇൻട്രസ്റ്റ് ആണ്. സാധാരണമായിട്ട് ഒരു ലോൺ എടുക്കുമ്പോഴുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, ക്രെഡിറ്റ് കാർഡിൽ 35 to 45% വരെയാണ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഇതിനെ ആനുവൽ പെർസെന്റേജ് റേറ്റ് എന്നാണ് വിളിക്കുന്നത്, APR. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പേഴ്സണൽ ലോൺ എടുത്താൽ പോലും ഒരു 16 to 18% ഒക്കെ ആയിരിക്കും മാക്സിമം വരുന്നത്. എന്നാൽ ഇവിടെ 45% തിരിച്ചടവായിട്ട് വരുന്നത്. സോ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് 25,000 രൂപയാണെന്ന് വിചാരിക്കുക. അതിന്റെ ഡ്യൂ ഡേറ്റ് ആയപ്പോൾ നിങ്ങൾ 5,000 രൂപ മാത്രമാണ് അടച്ചതെങ്കിൽ നിങ്ങളുടെ കാർഡിന്റെ APR എന്ന് പറയുന്നത് 36.5%. അത്രയായിരിക്കും ബാക്കിയുള്ള 20,000 രൂപയിൽ ചാർജ് ചെയ്യുന്നത്. ഈ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. APR എന്ന് പറയുന്നത് 36.5%. അപ്പൊ ഡെയിലി ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 36.5 ഡിവൈഡഡ് ബൈ 365 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.1 കിട്ടും. അതായത് 20,000 രൂപയ്ക്ക് ഒരു ദിവസത്തെ ഇൻട്രസ്റ്റ് 20 രൂപ. അത് 2 ദിവസം ആകുമ്പോൾ 20.02 ആവും. അത് മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ 20.04 ആകും. കണ്ടില്ലേ ഡെയിലി എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് ചാർജ് ആവുന്നതെന്ന്. ഇതുകൊണ്ടാണ് നിങ്ങളുടെ പേയ്മെന്റ് ഒരിക്കലും മിസ് ആവരുതെന്ന് പറയുന്നത്. ഇൻ കേസ് ഇനി നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല അടയ്ക്കാനെങ്കിൽ നിങ്ങൾക്ക് അത് EMI യിലിട്ട് കൺവേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് വലിയൊരു കടക്കടിയിലേക്ക് നിങ്ങൾ പെടുന്നതായിരിക്കും. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണോ വേണ്ടയോ? ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്കൊരു സ്ഥിര വരുമാനം ഉണ്ട്, നിങ്ങൾക്കൊരു ജോലി ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടെ ഒരു റവന്യൂ മാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസീവ് സാധനങ്ങൾ, നിങ്ങളുടെ വരുമാനത്തിൽ ഒതുങ്ങാത്ത സാധനങ്ങളൊക്കെ ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങിച്ചിട്ട് പിന്നീട് പേയ്മെന്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് വിടുക. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലെ അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നവരാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ റിവാർഡ് പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ക്രെഡിറ്റ് കാർഡുകൾ എടുക്കാതിരിക്കുക. ബിക്കോസ് ഇപ്പോഴത്തെ കാർഡുകൾക്കൊക്കെ പല പ്രോസസ്സിംഗ് ഫീസ്, ഹിഡൻ ചാർജസ് ഉണ്ട്. പ്രോസസ്സിംഗ് ഫീ തന്നെ 2 to 3% വരുന്നത്. സോ അത്രയും ഫീസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ അതിന്റെ റിവാർഡ് പോയിന്റ്സ് വെച്ചിട്ട് അത് ടാലി ആകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുതലാകുന്നുണ്ടോ എന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഓൺലൈൻ പേയ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പേടിയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഉപയോഗിച്ചോ. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി പെട്ടാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും പോകത്തില്ല. സോ ബെറ്റർ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അവിടെ യൂസ് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് കൊടുക്കുക. ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുള്ള കൂടുതൽ വീഡിയോസിന് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.